പൈസ അല്ലേ ഇതായിരിക്കുന്നേ. അത് 500 ഉള്ളൂ, ബാക്കി എന്തി 2500 രൂപ. അപ്പോൾ വെച്ചെടുത്ത് നോക്കുന്നത് അതിൽ വെച്ചെടുത്ത് നോക്ക്. നീ പേഴ്സിൽ ഒരു 3-4 അറയില്ലേ എവിടെയെങ്കിലും നോക്കാം അങ്ങോട്ട്. ക്ലീറ്റൻ ഒന്ന് നോക്കിക്കേ, പൈസ എവിടെ ക്ലീറ്റോ? എന്തോന്ന് തങ്കം, ക്ലീറ്റോ എടുക്കാതെ ഇതിന്ന് പൈസ എങ്ങും പോകില്ലേ വീട്ടിൽ നിന്ന്? ഈ വീട്ടിൽ നിന്ന് പൈസ കാണാതെ പോയ ഉടനെ എന്നെ തന്നെ പറഞ്ഞു. അതെ, 3000 രൂപ ഞാനാണ് ഇതിനകത്ത് എണ്ണി വെച്ചത്. അതങ്ങനെ ഇവിടുന്ന് ഒരു കള്ളൻ എടുത്തിട്ട് പോകില്ല. 3000 രൂപയ്ക്ക് ദാരിദ്ര്യമുള്ള കള്ളൻ ഈ ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആണ്. അപ്പൊ അങ്ങ് തീരുമാനിച്ച് പൈസ എടുക്കും ക്ലീറ്റോ. നീ ഒരു കാര്യം ചെയ്യ്. ഇതെന്ത് കണക്കാ നിങ്ങൾ എഴുതുന്നത്? ഞാൻ എഴുതുന്നത് ഈ പാർട്ടിക്ക് ഇത് ഈ പൈസ എവിടുന്ന ക്ലീറ്റോ? ഇന്നലെ വരെ ഇല്ലാത്ത കണക്ക് ഇന്നിപ്പോ നിങ്ങൾ പൈസ പൈസ ഇതാ എന്റെ പൈസയാണ്, ഞങ്ങളുടെ പൈസയാണ്. എടുക്ക് ക്ലീറ്റോ ഇങ്ങോട്ട്. നിങ്ങളുടെ പൈസ എന്തോ നിനക്ക് വല്ല കുഴപ്പമാണ്? അമ്മാവൻ എടി അത് വേറെ, അത് നേരത്തെ ഉള്ളത്. ക്ലീറ്റോ കളിക്കരുത്, പൈസ താ. നിന്റെ പൈസ കാണാൻ അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ പോലീസുകാർ അപ്പുറത്തുണ്ടല്ലോ, പോയി ഒരു കേസ് കൊടുക്കും. കേസ് കൊടുക്കും ഞാൻ. എന്റെ പേഴ്സിലുള്ള പൈസ ക്ലീറ്റോനോട് ആരെടുക്കാൻ പറ്റും? ഞാൻ എടുത്തില്ല, നീ കണ്ടാ ഞാൻ എടുക്കണത്. പിന്നെ അത് പൈസ എന്റെ മുത്തിന് വേണ്ട, എനിക്ക് വേണ്ട. ഞാനിത് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി വെച്ചേക്കണ പൈസയാണ്, കുടുംബശ്രീയുടെ ലോൺ. ഇത് ഇവിടെ എന്ത് കാണാതെ പോയാലും ഇപ്പൊ ഞാന് വല്ല പറഞ്ഞ എന്ത് കാണാതെ പോയാലല്ലേ? ഈ കുടുംബത്തിന് 10 രൂപ ഉണ്ടെങ്കിൽ അത് ക്ലീറ്റോ വഴിയെ പോകുള്ളൂ. പഞ്ചായത്ത് പൈസ ഞാൻ നിന്റെ പേഴ്സിൽ നിന്ന് കാശ് എടുത്തിട്ടില്ല. പക്ഷെ ഈ മേശയ്ക്കകത്ത് 2500 രൂപ വരുന്നു. അത് ഞാൻ എപ്പോഴോ വെച്ച പൈസ, അത് ഞാൻ എടുത്തു. അത് എനിക്ക് എടുത്തൂടെ? ഇറങ്ങി നടന്ന ഓടിയാന്ന് എനിക്കറിയാം. അത് നീ പൈസ എടുത്ത് ഞാൻ മുമ്പ് ഒരുപാട് നാള് മുമ്പ് നീ ചുമ്മാ എന്തേലും തിരക്കില്ലേ? നിന്റെ പേഴ്സിനകത്തല്ലേ നീ പൈസ വെച്ചിരുന്നത്? അടിയാ? എന്തിന് അവൻ അടിച്ചാ? അവന് കുറെ നാളായി എന്റെ പെങ്ങളെ ഇങ്ങനെ ഞാൻ അവളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാവുന്ന ഞാൻ മിണ്ടാതിരിക്കണത്. അങ്ങനെ പോലീസ് എന്റെ പൈസക്ക് തീരുമാനം ഉണ്ടാക്കാതെ ക്ലീറ്റോ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നീ കേസ് കൊടുക്കടി. ക്ലീറ്റോ പോകുന്നേ കൊള്ളാം, പിന്നെ തിരിച്ചു വരുന്നില്ല. ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോകും. എങ്ങോട്ടെങ്കിലും പോകും. നീ ഒരിടത്തും പോണില്ല. ഒരു കാര്യം പറയാം, നിനക്ക് അവളെ നോക്കാൻ പോയെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ അവളെ തല്ലാനും അതിനുള്ള അധികാരം ഒന്നും ആർക്കും തന്നിട്ടില്ല. സഹിക്കുന്ന ഒരു പരിധിയില്ല ക്ലീറ്റോ ചേട്ടാ. ഇപ്പൊ തല്ലാനും തുടങ്ങിയിട്ടുണ്ട്. അതെ, നീ വാരി കെട്ടി എവിടെ പോണതുകൊണ്ട്? ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നീ എവിടെയും പോണ്ട, നീ ഇവിടെ വന്നില്ലേ? അങ്ങോട്ടൊന്നും ഞാൻ വരുന്നില്ല. എന്തോ അവള് പറഞ്ഞല്ലോ. പിന്നെ തല്ലിയില്ലേ ഏട്ടൻ? അവളൊരു പേപ്പർ എഴുതി കൊടുത്താൽ നീ അകത്ത് കിടക്കും. പോലീസൊന്നും നോക്കൂല. ഇതിനേക്കാളും മനസമാധാനം ഇല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന കാലം ജയിലിൽ പോയി കിടക്കുന്നയാള്. അതാ പറഞ്ഞത് ഞാൻ പോണെന്ന്. അവന്റെ മനസ്സമാനം. നീ ഇങ്ങോട്ട് പാടി. ഞാൻ പോണ് ക്ലീറ്റോ ചേട്ടാ. ജീവിക്കട്ടെ. നീ വേണ്ട, അങ്ങനെയൊന്നുമില്ല. നിന്നെ കൂടെ നോക്കാനുള്ളതൊക്കെ നിങ്ങൾ എന്നെ കൂടെ നോക്കണ്ട. പിള്ളേരെ നമുക്ക് ഇനി കൊണ്ടുവരാം. നീ ചുമ്മാക്ക്. ഇവിടെ ആരും നോക്കാനൊന്നുമില്ല. ഒരു കള്ളന്റെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് നീ അമ്മാവന്റെ വീട്ടിൽ പോയി ജീവിക്കണതാ. ആരുടെ കള്ളൻ? അറിയില്ല ആരാന്ന്? അറിയില്ലേ? പെണ്ണുങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ എടുത്ത് പോക്കറ്റിൽ ഇട്ട് അത് ആരോടും പറയാതെ ഇത്രയും ദിവസം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചില്ലേ? പൈസ എടുത്ത് നീ കണ്ടാടി? പൈസ എടുത്ത് നിങ്ങൾ പണ്ട് കൊണ്ടുവന്ന് 2500 വെച്ചെന്ന് പറഞ്ഞോ? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എന്റെ മേശക്കകത്താണ് ഞാൻ പൈസ എടുത്തത്. നിങ്ങളുടെ മേശ അതിനകത്ത് നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടോ? മേശ ഇങ്ങോട്ട് വന്ന് ഞാൻ പോകണം. ഇല്ല, നീ വാ. ചുമ്മാ ഇല്ലല്ലേ വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. അവള് പോണെങ്കിൽ അവള് പൊക്കോട്ടെ. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എനിക്ക് പറയണത് അവസാനത്തെ പോക്കാണ്. നീ കൂട്ടിക്കോ. നീ ഇങ്ങോട്ട് വാലില്ലേ മോളെ. ഇത്രയും നാളും ഞാൻ സഹിച്ചടാ, ഇനി സഹിക്കൂല ഞാൻ. സഹിക്കൂല. നീ അകത്ത് വരി പോ. നാണുണ്ടോ ക്ലീറ്റോ? നാണം. പണിക്ക് പോവില്ല, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യില്ല, എന്നിട്ട് അവിടെ എടുത്തു വെച്ചേക്കണ പൈസ എടുത്ത് ഒതുക്കത്തിൽ കൊണ്ടുപോയി ആരും അറിയില്ല എന്ന് വിചാരിച്ചു. കാര്യങ്ങളൊക്കെ നോക്കണം നാട്ടുകാരല്ലേ? ആരാ നോക്കണത്? ചുമ്മാ കേട്ടാ. തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി. തങ്കച്ചനെ ഞാൻ പൈസ എടുത്തേ, നീ കേസ് കൊടുത്താ പോലീസ്.